ചീഫ് ജസ്റ്റിസിനെതിരായ അതിക്രമ ശ്രമത്തിൽ പ്രതിഷേധം ശക്തം. ഭരണഘടന സംരക്ഷിക്കപ്പെടണമെന്നും ഇത് സംഘപരിവാറിന്റെ ഭീഷണിയാണെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. അതേസമയം ഷൂ എറിയാൻ ശ്രമിച്ചതിൽ ഒരു കുറ്റബോധവുമില്ലെന്നാണ് അഭിഭാഷകൻ രാകേഷ് കിഷോറിന്റെ പ്രതികരണം. വിഷ്ണു തലവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചീഫ് ജസ്റ്റിസ് BR ഗവായിക്കെതിരായിട്ടുള്ള അതിക്രമത്തിൽ പ്രതിഷേധം ഇപ്പോൾ വളരെയധികം ശക്തമാണെങ്കിലും ഈ അതിക്രമം കാണിച്ച അഭിഭാഷകൻ രാകേഷ് കിഷോർ തനിക്കൊരു കുറ്റബോധമില്ല എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. കാരണം ജസ്റ്റിസ് BR ഗവായി സനാതന ധർമ്മത്തിന് എതിരായിട്ടാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ തനിക്കതിൽ യാതൊരു കുറ്റബോധവുമില്ല എന്നാണ് ഇപ്പോഴും ഈ ഒരു അഭിഭാഷകൻ പറയുന്നത്. ഏതായാലും വലിയ തലത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഉയർന്നു വരുന്നത്. ഈ രാജ്യത്ത് നടന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവം എന്ന് തന്നെയാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി എന്ന ഒരു പ്രതികരണം നടത്തിയത്. അതോടൊപ്പം തന്നെ ഭരണഘടന സംരക്ഷിക്കേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ ഉന്നത നീതിപീഠത്തിൽ പോലും കയറി ഇത്തരത്തിൽ വലിയ അക്രമം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ സംഘപരിവാറിൻ്റെ ഭീഷണിപ്പെടുത്തലുകളുടെ ഭാഗമാണ് ഈ ഒരു അതിക്രമ ശ്രമം എന്നതടക്കമുള്ള വിമർശനമാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉന്നയിച്ചത്. നീതിന്യായാധിപന്മാരെ ഭീഷണിപ്പെടുത്തുന്ന സംഘപരിവാറിൻ്റെ പദ്ധതിയാണ് ഈ ചീഫ് ജസ്റ്റിസിന് നേരെ ഉണ്ടായിട്ടുള്ള അതിക്രമം. എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇതിനെക്കുറിച്ചൊന്നും ഇനിയും പറയുന്നില്ല? ലോ ആൻഡ് ജസ്റ്റിസ് മന്ത്രിയെങ്കിലും ഇതിനെക്കുറിച്ചൊരു പ്രതികരണം നടത്തേണ്ടതായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ മൗനാനുവാദത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നും സംശയിക്കേണ്ടിയിരിക്കും. മഹാത്മാഗാന്ധിയെ കൊന്നവരെ പോലും ന്യായീകരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസിനെതിരെ അതിക്രമം കാണിച്ചവരെയും അല്ലെങ്കിൽ ഷൂ എറിഞ്ഞവരെയും ന്യായീകരിക്കുമെന്ന ഒരു വിമർശനം കൂടി എന്തായാലും ഇന്ന് MA ബേബി നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുമ്പോൾ ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല, വലിയൊരു മൗനം പാലിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് MA ബേബി പറഞ്ഞത്, അതായത് കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുന്നു, കേന്ദ്ര നിയമമന്ത്രി ഈ വിഷയത്തിൽ വലിയ ഒരു മൗനം പാലിക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ മൗനാനുവാദത്തോടു കൂടിയാണ് ഇത്തരം അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന ഒരു പ്രതികരണം കൂടി MA ബേബി എന്തായാലും ഇന്ന് നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനും സുപ്രീം കോടതിക്ക് മുന്നിൽ വലിയ പ്രതിഷേധം തന്നെയാണ് ഇന്ന് നടത്തിയത്.